എല്ലാവരും സുഖമായിരിക്കുന്നോ? എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ന്യൂ ഇയർ ഒക്കെ? നല്ലൊരു പുതുവർഷം ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. മാലയോഗത്തിൻ്റെ പുതിയ ഭാഗമായി വന്നിട്ടുണ്ട്. മാലയോഗം ഭാഗം 15. അപ്പോൾ നമുക്ക് വായിച്ചു തുടങ്ങാം അല്ലേ? കുറ്റിക്കാടിൻ്റെ നടുവിൽ നിന്ന് അവൻ തൻ്റെ ഇരയെ ചുറ്റും തെരഞ്ഞു. ആകാശത്തുയരുന്ന വർണ്ണനിറങ്ങളിൽ തീർത്ത വെടിക്കെട്ടിൻ്റെ മായയിൽ അവൾ കണ്ടു പകയും രോഷവും ഇടകലർന്ന മിഴികളോടെ തന്നെ നോക്കുന്ന വിഷ്ണുവിനെ. അതെ, അവൻ്റെ വരവ് അവളെ ലക്ഷ്യം വെച്ച് തന്നെയുള്ളതാണ്. അങ്ങിങ്ങായി നിരന്നു നിൽക്കുന്ന തെങ്ങുകൾ. അതിലൊരു തെങ്ങിൻ്റെ മറവിലാണ് ഭയം തുളുമ്പുന്ന മിഴികളോടെ ഉണ്ണിമായ അവളെ ജീവനെടുക്കാൻ തിടുക്കം കൂട്ടി വരുന്നവനെ നോക്കി വിറച്ചിരിക്കണത്. തൻ്റെ ഉള്ളിലൊരു ജീവനെ കുരുത്തവൻ, തൻ്റെ പ്രാണനായവൻ ഇപ്പോൾ തൻ്റെ ജീവനെടുക്കാൻ വിളറി നടക്കുന്ന കാഴ്ച അവളെ അങ്കലാപ്പിലാക്കി. വിഷ്ണുവിനെ അന്ധമായി വിശ്വസിച്ചു. മറ്റൊന്നും നോക്കാതെ ജീവിതത്തെ താളം തെറ്റിച്ച പടുവിഡ്ഢിയായിപ്പോയിരുന്നു ഉണ്ണിമായ. അവളുടെ കണ്ണിൽ നിന്നും ചുടുകണ്ണീർ ചോര പോൽ ഒഴുകാൻ തുടങ്ങി. രക്ഷപ്പെടാൻ മനസ്സ് വെമ്പുന്നുണ്ടെങ്കിലും ദേഹം തളരുന്നു. കാലുകൾ അനങ്ങുന്നില്ല. കയ്യിൽ പിച്ചാത്തി കുത്തിക്കയറി നിൽക്കുന്ന ഇടം വിങ്ങിപ്പൊള്ളുന്നു. അതിനേക്കാൾ ഏറെ മനസ്സ് പൊള്ളുന്നു ജീവിതത്തിൽ ഒരിക്കലും കരുതിയിട്ടില്ലാത്തൊരു വെറുത്ത രാത്രി. ഉണ്ണിമായയുടെ അവസാന രാത്രി. തീരട്ടെ, ഇങ്ങനെ തീരട്ടെ. ഇതാണ് വിധിച്ചതെങ്കിൽ ഇങ്ങനെയാവട്ടെ അന്ത്യം. അവൾ മനസ്സിൽ മന്ത്രിച്ചു. മിഴികൾ അടച്ചു, അധരങ്ങൾ കടിച്ചു പിടിച്ചു. എടീ, ആരവിടെ? ആരാ കുറ്റിക്കാടിൻ്റെ മറവിൽ ചുറ്റുന്നേ? ഉണ്ണിമായയുടെ മുടിക്കുത്തിൽ പിടിക്കാൻ ആഞ്ഞ വിഷ്ണു ഒന്ന് പിന്നോക്കം നിന്നു. ചൂട്ടും കത്തിച്ചു അമ്പലത്തിൽ നിന്നും വരുന്ന ഒരു കൂട്ടം ആളുകളായിരുന്നു അത്. അവരുടെ ശബ്ദം കേട്ടതും വിഷ്ണു എങ്ങോട്ടെന്നില്ലാതെ ഒന്ന് വട്ടം ചുറ്റി ഇരുട്ടിലേക്ക് പോയി മറഞ്ഞു. അവിടെ ആരുണ്ട് നമ്പ്യാരെ? കൂട്ടത്തിലുള്ള ഒരാൾ സന്ദേഹം പറഞ്ഞതും കൃഷ്ണനുണ്ണി മുന്നോട്ട് വന്നു. അവളെ അവർ കണ്ടു എന്നറിഞ്ഞതും ഉണ്ണിമായ വിറച്ചു എഴുന്നേറ്റ് നിന്നു. താഴെ നിന്ന് എഴുന്നേൽക്കുമ്പോഴും അറിയാതെ അവളുടെ കൈകൾ കൃഷ്ണനുണ്ണിയെ നോക്കി തൊഴുതു പോയിരുന്നു. ഉണ്ണിമായ, ആശ്ചര്യത്താൽ കൃഷ്ണനുണ്ണി പറഞ്ഞു. അയാളെ ഒരു നോക്ക് നോക്കിയതും ചുറ്റും കറങ്ങുന്നതുപോൽ തോന്നിയതും വാടിത്തളർന്ന തണ്ടുപോൽ ഉണ്ണിമായ താഴേക്ക് പതിച്ചു. ഉണ്ണിമായക്ക് ബോധം വന്നപ്പോൾ അവൾ ചുറ്റുമൊന്ന് നോക്കി. അപരിചിതമാണ് അവൾക്ക് ആ ഇടം. പച്ചക്കർട്ടൻ കൊണ്ട് ചുറ്റും മറച്ചിരിക്കുന്നു. ഉണ്ണിമായക്ക് ദേഹം നല്ല വേദന തോന്നിയിരുന്നു. മുകളിൽ കറങ്ങുന്ന ഫാനിലേക്ക് നോക്കിക്കൊണ്ടവൾ വേദനിക്കുന്ന കയ്യിലൊന്ന് തൊട്ടു. അവിടെ ഒരു കെട്ട് പോലെ തടഞ്ഞത് ഉണ്ണിമായ പതിയെ എഴുന്നേറ്റിരുന്നു. മുറിവിനെ വെളുത്ത കോട്ടൺ തുണി കൊണ്ട് കെട്ടി അതിൻ്റെ മുകളിൽ ബാൻഡേജ് കൊണ്ട് വരിഞ്ഞു കെട്ടിയിരിക്കുന്നു. അവളുടെ ദേഹത്ത് ഇട്ട ചുരിദാറിൻ്റെ കൈകളൊക്കെ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. അവൾ ആ മുറിവിൽ പതിയെ തലോടി, എന്നിട്ട് വീണ്ടും ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. അതൊരു ആശുപത്രിയാണെന്നും താനൊരു വാർഡിലാണ് കിടക്കുന്നതെന്ന് അവൾക്ക് അപ്പോഴാണ് ബോധ്യമായത്. ആഹാ, ഉണ്ണിമായ എഴുന്നേറ്റിരുന്നോ? കിടന്നോ? എഴുന്നേറ്റിരിക്കാനൊന്നും ആയിട്ടില്ല. 24 മണിക്കൂറെങ്കിലും ബെഡ് റെസ്റ്റ് വേണം. ഡോക്ടർ കണ്ടോണ്ട് വന്നാലേ എനിക്കാണ് വയക്ക് കേൾക്കുക. എവിടെ നിന്നെന്നറിയില്ല, കയ്യിലൊരു ട്രേ പിടിച്ചുകൊണ്ട് ഒരു നേഴ്സ് അന്താളിച്ച് നിൽക്കുന്നവളുടെ അരികിലേക്ക് വന്നു. അവൾ ട്രേയിൽ നിന്നൊരു സിറിഞ്ച് എടുത്തു കമ്പിയിൽ തൂക്കി വെച്ച ഡ്രിപ്പിലേക്ക് കുത്തിവെച്ചു. ഒന്നും മുരിയാടാതെ അവൾ നേഴ്സിൻ്റെ പ്രവർത്തികൾ സസൂക്ഷ്മം വീക്ഷിച്ചു. മനസ്സിൻ്റെ ഉള്ളിൽ വിങ്ങുന്ന അങ്കലാപ്പ് അപ്പോഴും അവളെ വിട്ടുമാറിയിട്ടുണ്ടായിരുന്നില്ല. ഞാനെങ്ങനെയാ ഇവിടെ എത്തിയത്? അവൾ കട്ടിലിൻ്റെ തലഭാഗത്തുള്ള ചുമരിൽ തല ചായ്ച്ചു. ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല, കിടക്കൂ.
കുട്ടിയുടെ നാട്ടിലുള്ള ആരൊക്കെയോ ചേർന്നാണ് കുട്ടിയെ ഇവിടെ എത്തിച്ചത്. ഇയാളുടെ അമ്മ ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അവളെ പിടിച്ചു കിടത്തുന്ന കൂടെ ചുറ്റുമൊന്ന് നോക്കി നേഴ്സ് പറഞ്ഞത് കേൾക്കവേ ഉണ്ണിമായുടെ നെഞ്ചിലൊരു കൊള്ളിയാൻ മിന്നി. ഈശ്വര, അമ്മ എല്ലാം അറിഞ്ഞു കാണുമോ? മാനസികമായ സമ്മർദ്ദം താങ്ങാനാവാതെ ഉണ്ണിമായുടെ ശരീരം വിറകൊണ്ടു. തന്നെ ആരോ ഉപദ്രവിച്ചതെന്ന് വല്ല ഓർമ്മയുണ്ടോ? നേഴ്സ് ചോദിക്കുന്നത് കേട്ട് അവൾ ഇല്ലെന്ന് തലയാട്ടി. നേഴ്സ് അവിടെ നിന്നും പോയതൊന്നും അവൾ അറിയുന്നുണ്ടായിരുന്നില്ല. ഉണ്ണിമായ ഓരോന്ന് ഓർത്തോർത്തു തലകുനിച്ചിരുന്നു. ഭാമിനി കർട്ടൻ നീക്കി ഉള്ളിലേക്ക് കയറിയതും എഴുന്നേറ്റിരിക്കുന്ന ഉണ്ണിമായെ കണ്ടു. യാതൊരു ഭാവം ആ മുഖത്തുണ്ടായിരുന്നില്ല. ഭാമിനിയുടെ കയ്യിലുണ്ടായിരുന്ന ഫ്ലാസ്കിൽ നിന്നും ഒരൽപ്പം ചായ ടേബിളിൽ ഇരിക്കുന്ന ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു അവർ ഉണ്ണിമായ്ക്ക് നേരെ നീട്ടി. അവരുടെ നിശബ്ദത അവളെ വല്ലാതെ ഭയപ്പെടുത്തി. അമ്മ എല്ലാം അറിഞ്ഞിട്ടുണ്ടെന്ന് ആ മിഴികളിൽ നിന്നും വായിച്ചറിഞ്ഞു. എല്ലാം അറിയുമ്പോൾ അമ്മ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഉണ്ണിമായയിൽ ഒരു ധാരണ ഉണ്ടായിരുന്നു. ഒരിക്കലും അത് ഇപ്രകാരമായിരുന്നില്ല. ദേഷ്യം അടങ്ങും വരെ തൻ്റെ മുഖത്ത് തലങ്ങും വിലങ്ങും പ്രഹരിച്ചും നെഞ്ചിലടിച്ചും സ്വയം വിലപിച്ചും ഭാമിനി പ്രതികരിക്കുമെന്ന് നിരീക്ഷിച്ചിടത്ത് മൂകഭരിതമായ മുഖമാണ്. ഒരു പൊട്ടിത്തെറിക്ക് മുമ്പുള്ള ശാന്തത. അമ്മേ, അവൾക്ക് മുഖം നൽകാതെ മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ഭാമിനിയെ നോക്കി ഉണ്ണിമായ തിരക്കി. അത് കേൾക്കെ തിരിഞ്ഞു നോക്കിയ ഭാമിനിയുടെ മിഴികളിൽ കണ്ട തീ ചോലകളിൽ അവൾ വെന്ത് വെണ്ണീറാകുമെന്ന് തോന്നിപ്പോയി. അമ്മ, എന്നോടെന്തെങ്കിലും ഉണ്ട്. സൈകെട്ട പോലെ അവൾ നെഞ്ച് നീറിക്കരഞ്ഞു. നീ എന്നെ അങ്ങനെ വിളിക്കരുത്. നിന്നെപ്പോലൊന്ന് എൻ്റെ വയറ്റിൽ കുരുത്തതോർത്ത് എനിക്ക് എന്നോട് തന്നെ അറപ്പ് തോന്നുക. ഭാമിനി വളരെ ഗാംഭീര്യത്തിൽ പറയുന്നുണ്ടെങ്കിലും ശബ്ദം പതുക്കെയായിരുന്നു. തൊട്ടടുത്ത കട്ടിലുകളിൽ കിടക്കുന്നവർ കേൾക്കരുതെന്ന് അവർ അതിയായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ജോലിയെന്ന് പറഞ്ഞ് നീ ഇവിടുന്ന് പോയത് വയറ്റിലുണ്ടാക്കി വരാനായിരുന്നല്ലേ? തീക്ഷ്ണമായ നോട്ടത്തോടെ ഭാമിനി ചോദിച്ചതും ഉണ്ണിമായുടെ ചെവിയിൽ ഈയം ഒഴിക്കുന്നത് പോലെ തോന്നി. നിന്നെ വിശ്വസിച്ച് എന്നെ നീ ചതിച്ചു. കെട്ടിക്കാൻ പ്രായത്തിലുള്ള പെണ്ണിനെ അന്യനാട്ടിലേക്ക് ഒറ്റയ്ക്ക് വിടരുതെന്ന് എല്ലാവരും ആണയിട്ട് പറഞ്ഞിട്ടും ഞാൻ കേട്ടില്ല. നിന്നെ കണ്ണടച്ച് വിശ്വസിച്ച് എനിക്കിത് തന്നെ വേണം. നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ലടി. ഭാമിനി നിയന്ത്രണം വിട്ടതുപോലെയായിരുന്നു. താൻ ആഗ്രഹിച്ചതുപോലെ തൻ്റെ മകൾക്കിനി ഉയരങ്ങളിൽ എത്തില്ല എന്നോർക്കെ ആ തായ്മനം നൊന്തു. ഹലോ. പച്ച കർട്ടൻ വകഞ്ഞുമാക്കി ഇരുവരെയും നോക്കി ചെറുപുഞ്ചിരിയോടെ വന്ന ഡോക്ടറെ കണ്ടതും എന്തു ചെയ്യുമെന്നറിയാതെ വെപ്രാളമായി. ഭാമിനി അവർക്കെതിരെ മുഖം തിരിച്ചു. സാരി തലപ്പാൽ മുഖം അമർത്തി തുടച്ചു അവർക്കരികിൽ വന്നു. നിറഞ്ഞൊഴുകിയ കണ്ണീർ കണം ഉണ്ണിമായുടെ നെഞ്ചാകെ നനച്ചിരുന്നു. ഡോക്ടറുടെ മുഖത്തേക്ക് അവൾ വ്യസനത്തോടെ നോക്കി. അപ്പോഴും ഇനി എന്ത് എന്ന ചോദ്യം ഉള്ളിൽ അലയുന്നുണ്ട്. എന്താടോ ഇത്? ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് ഉണ്ണിമായ ബോഡി വീക്കാക്കരുത്. നഷ്ടങ്ങളെ നമ്മൾ അംഗീകരിച്ച് പൊരുത്തപ്പെട്ടു പോകണം. കുഞ്ഞുങ്ങൾ ഇനിയും ഉണ്ടാകില്ലേ? ഉണ്ണിമായുടെ ഭർത്താവ് എന്ത് ചെയ്യുന്നു? ചോദ്യങ്ങൾ തുടരെ തുടരെ ചോദിച്ചുകൊണ്ട് ഡോക്ടർ അവളുടെ കൺപോളകൾ വലിച്ചു നോക്കുന്നുണ്ടായിരുന്നു. മറുപടിക്കായി പിന്നീട് അവർ തിരിഞ്ഞു നോക്കിയത് ഭാമിനിയുടെ മുഖത്തേക്കായിരുന്നു. 1 മാസം മുമ്പേ ജോലി സ്ഥലത്തുണ്ടായൊരു അപകടത്തിൽ അവളുടെ ഭർത്താവ് മരിച്ചു. ഭാമിയിൽ നിന്നും അങ്ങനൊരു പ്രതികരണം ഒട്ടും പ്രതീക്ഷിക്കാതെ ഉണ്ണിമായ ഒന്ന് നടുങ്ങി. ക്രൂശിക്കാൻ പാതി ജീവൻ തിരികെ കിട്ടിയ ഹതഭാഗ്യവതിയായി ഉണ്ണിമായ ആ ബെഡിൽ അങ്ങനെ കിടന്നു. സമയം അങ്ങനെ കടന്നുപോയി. അവർക്കിടയിൽ അതുവരെയും സംസാരമൊന്നും ഉണ്ടായില്ല. ജീവൻ കിടക്കണ്ടേ? ഇവിടെ തനിച്ചിട്ട് പോയാൽ നാട്ടുകാരെന്ത് പറയും? അതുകൊണ്ട് മാത്രം കൂടെ നിൽക്കുകയാണ്. ഭാമിനി ഉണ്ണിമായ്ക്ക് നേരെ ചോറുപാത്രം നീട്ടി. നിറഞ്ഞ മിഴികളിൽ നിന്ന്
കണ്ണുനീർ ഉതിർന്ന് ചോറിൽ വീണു. അത് കാണെ ഭാമിനിയുടെ നെഞ്ചം വിങ്ങിയെങ്കിലും അവരുടെ മനസ്സിനെ സ്വാധീനിക്കാൻ ഉതകുന്ന ഒന്നായിരുന്നില്ല അത്. സ്വന്തം മകൾക്ക് പറ്റിയ ഈ വലിയ വിന, ഇത് പുറത്തറിഞ്ഞാലുള്ള നാണക്കേട്, ചോദ്യചിഹ്നമാകുന്ന മകളുടെ ജീവിതം, ഭാവി. മനസ്സിൽ ഉത്തരം കിട്ടാതെ അലട്ടുന്ന ഒരുപാട് ചോദ്യങ്ങളുടെ വിങ്ങലിൽ ഉണ്ണിമായുടെ കണ്ണീരൊന്നും അവരുടെ മനസ്സലിയിച്ചില്ല. ഉണ്ണിമായ്ക്ക് എങ്ങനെയുണ്ടിപ്പോൾ? ചോദ്യം കേട്ട് ഇരുവരും ഒരേപോലെ തിരിഞ്ഞു നോക്കി. ഭരതൻ ആകുലതയോടെ അവളെ നോക്കിക്കൊണ്ട് അരികിലെത്തി. കുറ്റബോധം കൊണ്ട് തല നന്നേ താഴ്ന്നു പോയവൾക്ക് ഭരതന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും ഭയമേറി. ഉണ്ണിമായ അവളുടെ കയ്യിലിരിക്കുന്ന ചോറുപാത്രത്തിൽ കൈവച്ചു അങ്ങനെ ഇരുന്നു. ഏട്ടൻ പറഞ്ഞാണ് ഞാൻ വിവരങ്ങളെല്ലാം അറിഞ്ഞത്. എന്താണ് ശരിക്കും സംഭവിച്ചത്? ഉണ്ണിമായ എന്തിനാ ഒറ്റയ്ക്ക് അതുവഴി പോയത്? ഉണ്ണിമായ്ക്ക് ഭരതന്റെ കരുതലോടെയുള്ള കാര്യം തിരക്കലിൽ ശ്വാസം തിങ്ങിപ്പോയി. എന്ത് ആവശ്യമുണ്ടെങ്കിലും അറിയിക്കണം. എന്തൊക്കെ ആവശ്യങ്ങളാ വരികയെന്നറിയില്ലല്ലോ. പറയുന്നതിനിടയിൽ ഭരതൻ ജുബ്ബയുടെ പോക്കറ്റിൽ നിന്നും പണമെടുത്ത് ഭാമിനിയുടെ കൈകളിൽ വെച്ചു. കൈ അവരുടെ കൈകളെ മുറുക്കെ പിടിച്ചു. വേണ്ട മോനെ, ഇവിടെ പണത്തിന്റെ ആവശ്യങ്ങളൊന്നുമില്ല. സർക്കാർ ആശുപത്രിയല്ലേ. പണം തിരികെ നൽകാൻ ഭാമിനി ശ്രമിച്ചെങ്കിലും അതെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് ഭരതൻ അവിടെ നിന്നും പോയിരുന്നു. കയ്യിൽ മുറിവേറ്റ് വീണ് കിടന്ന നിന്നെ കൃഷ്ണനുണ്ണിയാ ഇവിടെ എത്തിച്ചത്. അവർ വിട്ടു തന്ന ഓട്ടോയിൽ ഞാനും ഇങ്ങ് എത്തി. നിനക്ക് വയറ്റിലുള്ളതും കലങ്ങിയതും അവർക്കറിയില്ല. ഐസിയുവിൽ നിന്നിറങ്ങി വരുന്ന ഡോക്ടർ എന്നോട് ഇത് പറയുമ്പോൾ ദൈവഭാഗ്യം കൊണ്ട് ആ സമയത്ത് ആരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. തൽക്കാലം ഇത് ആരും അറിയണ്ട. ഞാനും എൻ്റെ മോനും ഈ നാട്ടിൽ തല ഉയർത്തി നടന്നോട്ടെ. മക്കളിലേറെ സ്വപ്നങ്ങളോടെ ജീവിച്ച ഒരു അമ്മയുടെ അപേക്ഷയാണ്. ഭാമിനി കൈകൂപ്പി. വിറകൊള്ളുന്ന അതരങ്ങളിൽ വിരൽ വെച്ച് അവർ കുറേ നേരം അവിടെ നിന്ന് കരഞ്ഞു. അല്പം കഴിഞ്ഞതും ഭാമിനിയും എവിടേക്കെന്നില്ലാതെ അവിടെ നിന്നും പോയി. തനിക്ക് വന്ന ദുരവസ്ഥകളെ ഓർത്ത് ഉണ്ണിമായ പൊട്ടിക്കരഞ്ഞു. വിഷ്ണുവിനെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിലേക്ക് വരും തോറും അവളുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. അവനോട് പ്രതികാരം ചെയ്യണം. ഈ ജീവിതം ജയിച്ചു കാണിക്കണമെന്ന വാശിയിൽ മുന്നോട്ട് പോകാൻ ഒരുങ്ങിയവൾക്ക് മുൻപിൽ അവൻ എല്ലാം കൊട്ടിയടച്ചു. വയറ്റിൽ തുടിച്ച ജീവൻ പോലും. ഉണ്ണിമായ വിതുമ്പലോടെ വയറിൽ തലോടി. രമണിയും സീനത്തും മുൾവേലി ചാടിക്കടന്ന് വരുന്നത് മുറിയിലെ തറയിൽ കിടക്കുമ്പോഴേ കവിതയ്ക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. മനസ്സാകെ മരവിച്ചിരുന്നത് കൊണ്ട് പെട്ടെന്നെന്ത് ചെയ്യണമെന്നും അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഒരു നിമിഷം ഉണ്ണിമായുടെ കാര്യം സുചിത്ര അറിഞ്ഞാലുണ്ടാകുന്ന പുകിലിനെ കുറിച്ച് ഓർത്തുപോയി. അവൾ വേഗം എഴുന്നേറ്റു വന്നു ഉമ്മറത്തെ തൂണിൽ ചാരി നിന്നു. കിടക്കുന്നത് കണ്ടാൽ പല രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് അറിയാവുന്നത് കൊണ്ട് അതൊഴിവാക്കാൻ വേണ്ടിയാണ് കവിത മുന്നേ അവരുടെ മുൻപിൽ വന്നു നിന്നത്. ഇരുവരുടെയും നടത്തത്തിന്റെ വേഗതയിൽ ഒരു അപകട സൂചന അവൾ ഊഹിച്ചു. അതുകൊണ്ട് തന്നെ അവർ ഇങ്ങോട്ടെത്തും മുമ്പേ തന്നെ കവിത അവരുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്നു. എന്താടി പെണ്ണുങ്ങളെ? കവിത, നീ എന്തെങ്കിലും അറിഞ്ഞിരുന്നോ? പറയും മുമ്പ് അതൊന്ന് ഉറപ്പിക്കാൻ രമണി സീനത്തിനെ ഒന്ന് നോക്കിക്കൊണ്ട് കവിതയോട് തിരക്കി. ഇല്ല, നിന്ന് പരുങ്ങാതെ കാര്യം പറയടി. നമ്മുടെ ഉണ്ണിമായ ആശുപത്രിയിലാണ്. ഇന്നലെ തിരുവാതിര കണ്ട് കഴിഞ്ഞു വരുമ്പോൾ പാടത്തിനക്കരെയുള്ള കുറ്റിക്കാട്ടിൽ വെച്ച് ആരോ അവളെ ഉപദ്രവിച്ചു. കൈക്കെന്തോ വെട്ടും കൊണ്ടിട്ടുണ്ട്. ആ സമയത്ത് അവളെ അതുവഴി വന്ന ഇലഞ്ഞിത്തറയിലുള്ള ആരൊക്കെയോ കണ്ടതുകൊണ്ട് അവളുടെ ജീവന് ആപത്തൊന്നും പണഞ്ഞില്ല. വന്ന ആൾ വല്ല മോഷ്ടാവാകാം. സ്വർണ്ണ അപഹരിക്കാൻ ശ്രമിക്കുന്നതിനിടെ അവളെ കുത്തി പരിക്കേൽപ്പിച്ചതുമായിരിക്കൂടല്ലോ. രമണിയും സീനത്തും മാറി മാറി പറയുന്നത് കേട്ട് മറുത്തൊന്നും ചോദിക്കാൻ കഴിയാത്ത വിധം അവളുടെ നാക്കിറങ്ങിപ്പോയിരുന്നു. അവർ പറഞ്ഞതെല്ലാം അവൾക്ക് കൃത്യമായി മനസ്സിലായില്ലെങ്കിലും ഇങ്ങനൊരു മാനസികാവസ്ഥയിലും അവൾ തിരുവാതിരക്കളി കാണാൻ പോകുമോ, അതും തനിച്ച് എന്ന ശങ്ക അവളുടെ ഉള്ളിൽ വിലങ്ങ് തടിയായി അങ്ങനെ നിന്നു.
ആരുടെയോ സാമീപ്യം അറിഞ്ഞതും ക്ഷീണം കൊണ്ട് മയങ്ങിപ്പോയ ഉണ്ണിമായ പതിയെ നെറ്റി ചുളിച്ചു. പിന്നെ മിഴികൾ തുറന്നു. ആദ്യം കാഴ്ചയിൽ അവൾക്ക് ആളെ മനസ്സിലായില്ല. കാരണം കണ്ണ് മങ്ങിപ്പോയിരുന്നു. ഇരു കൈകൊണ്ട് അവൾ മിഴികൾ തുടച്ചു. എന്നിട്ട് വീണ്ടും നോക്കി. കവിതയായിരുന്നു അത്. അവൾക്കരികിൽ നിശ്ചലമായിരുന്നു. മിഴികൾ വാർക്കുന്നവളുടെ നോട്ടം ഉണ്ണിമായിൽ തന്നെയായിരുന്നു. വേണ്ട, കിടന്നോ. ഉണ്ണിമായ പതിയെ തലപൊക്കി എഴുന്നേൽക്കാൻ നോക്കിയതും അവൾ അവിടെ തന്നെ പിടിച്ചു കിടത്തി. വിഷ്ണുവേട്ടനാണോ ഇന്നലെ നിന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചത്? കവിതയുടെ ചോദ്യത്തിന് ഉണ്ണിമായ ഒന്ന് മൂളുക മാത്രം ചെയ്തു. ഉണ്ണിമായയുടെ മറുപടി കേട്ട് കവിതയുടെ മിഴികൾ വിടർന്നു. ദേഹം കോച്ചി വലിച്ചു. എങ്ങനെ കഴിഞ്ഞു വിഷ്ണുവേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ? ഉണ്ണിമായ്ക്ക് വാക്കുകൾ പുറത്തു വരാതെ അവളുടെ അധരങ്ങൾ വിറക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ തീരേണ്ട ജന്മമാണ്. ശിക്ഷ തീർന്നിട്ടില്ലാത്തതുകൊണ്ട് ആയുസ് നീട്ടിക്കിട്ടി. ഇന്നിപ്പോൾ ഈ കിടക്കയിൽ ഒരു ചോദ്യചിഹ്നമായി ഞാൻ കിടക്കുകയാണ്. അമ്മയുടെ മുഖത്ത് നോക്കുമ്പോൾ രക്ഷപ്പെടേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോവുക. പറയുമ്പോൾ ഉണ്ണിമായുടെ സ്വരം ഗദ്ഗതം വന്ന് മൂടി. കുഞ്ഞ്. നേർത്ത ശബ്ദത്തോടെ കവിത തിരക്കി. തുടരും. എന്തൊക്കെ പറഞ്ഞാലും ഉണ്ണിമായ ചെയ്തത് നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഭാമിനി എന്ന അമ്മയുടെ മാനസികാവസ്ഥയും നമ്മൾ അംഗീകരിക്കണം, അല്ലേ? അവളൊരു നല്ല ജോലി വാങ്ങിക്കൊടുക്കണം, ഇലഞ്ഞിത്തറയിലെ ആത്തോലമ്മയാവും തൻ്റെ മകൾ എന്നൊക്കെ സ്വപ്നം കണ്ട ഒരു അമ്മയാണ് അവർ. അതൊക്കെയാണ് ഒറ്റയടിക്ക് അങ്ങ് ഇല്ലാണ്ടായിട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ ആ അമ്മ അങ്ങനെ തന്നെ ആയിരിക്കില്ലേ പെരുമാറുക? എന്താണ് കൂട്ടുകാരെ നിങ്ങളുടെ അഭിപ്രായം? കഥയുടെ അടുത്ത ഭാഗവുമായി ഞാൻ ഉടനെ വരാം. എല്ലാവരും കാത്തിരിക്കണം. ഒത്തിരി സന്തോഷം. എല്ലാവരോടും നന്ദി.